സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം നമ്മെ തേടി വരുന്ന ചിലരുണ്ട്. അവരെ പോലെ ആവാതിരിക്കുക. അത് ദൈവത്തിൻ്റെ അടുത്തായാലും മനുഷ്യൻ്റെ അടുത്തായാലും. എല്ലാത്തിനും വിശദീകരണം ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ നിശബ്ദതയും മനസ്സിലാക്കും. ജനിച്ചാലും മരിച്ചാലും അടുത്തുള്ളവരെല്ലാം അറിയും, വരും. പക്ഷേ അടുത്തുള്ളവർ പോലും അറിയാതെ പോകുന്നത് നാം ജീവിച്ചിരിക്കുമ്പോഴാണ്. കൂടുതലൊന്നും വേണ്ട, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേയുള്ളൂ. വാശിയും പിണക്കവും മാറ്റിവെച്ച് അവരെ പരിഗണിക്കുക. നിങ്ങൾ കൂടെയുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ മതി. ബന്ധങ്ങളെ പരിഗണന കൊണ്ട് ഊട്ടിയുറപ്പിക്കുക. ഒരു ചിരി നൽകി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു ഹീറോയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മളായിരുന്നാൽ മതി. എപ്പോഴെങ്കിലും എല്ലാവർക്കും നമ്മളെ മനസ്സിലായിക്കൊള്ളും. മറ്റുള്ളവരുടെ വേദന അറിയാത്ത, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരൊന്നും നല്ല മനുഷ്യരല്ല. നമ്മെ മുറിവേൽപ്പിക്കുന്നവരോട് നമുക്ക് ചെയ്യാൻ കഴിയുക രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ പക വീട്ടാം, അല്ലെങ്കിൽ ക്ഷമിക്കാം. പക വീട്ടാൻ ശ്രമിക്കുന്നവർക്ക് സ്വയം നഷ്ടപ്പെടും. പ്രതികാരം എന്ന ചൂണ്ടക്കുളത്തിൽ കുടുങ്ങിയാൽ പിന്നെ പ്രതിയോഗികൾ വലിച്ചിരിക്കുന്നിടത്തേക്ക് പോവുകയേ മാർഗമുള്ളൂ. അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വേദനിപ്പിച്ചവർക്ക് വീണ്ടും വേദനിപ്പിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. ഒന്നിലും അതിരു കടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. ബന്ധങ്ങളുടെ ആഴം അറിയേണ്ടത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാവണം. പരസ്പരം മനസ്സിലാക്കിയുള്ള ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും. അത് സൗഹൃദത്തിലായാലും ജീവിതത്തിലായാലും. എന്നെ അറിയണമെങ്കിൽ എൻ്റെ ഒപ്പം നടക്കുക, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിലയിരുത്തരുത്. കാരണം എല്ലാവർക്കും ഞാൻ ഒരുപോലെ ആവണമെന്നില്ല. നഷ്ടപ്പെടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ മാത്രമേ നമ്മൾ തോറ്റുകൊടുക്കാറുള്ളൂ. കർമ്മഫലങ്ങൾ ആരെയും വെറുതെ വിടാറില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മ മാത്രം മുതൽക്കൂട്ടാക്കുക. ഏതൊരു മനുഷ്യനുമാകട്ടെ, പ്രായം ചെല്ലുന്തോറും മനസ്സിനും ശരീരത്തിനും ക്ഷീണം സംഭവിക്കാം, വാർദ്ധക്യം സംഭവിക്കാം. അതൊരു പ്രതിഭാസമാണ്. പക്ഷേ മനസ്സിനേറ്റ മുറിവുകൾക്കോ ദുഷ്ക്രിയ സാഹചര്യങ്ങൾക്കോ പ്രായമേറാതെ യുവത്വത്തോടെ എന്നും കൂടെ നിൽക്കുന്നു. സ്വഭാവമാണ് സൗന്ദര്യത്തെക്കാൾ മികച്ചത്. മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്.